ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മമ്മൂക്കാൻ്റെ ഒരു വലിയ വലങ്കൈ പോലത്തെ ആളാണ് ആൻഡ്രൂ ജോസഫ് സാറ്. മമ്മൂക്കാൻ്റെ സ്വന്തം ആളാണ്. അപ്പോൾ മമ്മൂട്ടി പറയുന്ന ആൾ നമുക്ക് നമുക്കൊരു ഗോഡ് ഫാദർമാരല്ലേ. നമ്മൾ സിനിമ പാഷനായിട്ട് നടക്കുന്ന എന്നെ പോലുള്ള സാധാരണ ആളുകൾക്ക് പുള്ളിക്കാരനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ട് ഒരു സിനിമ ചെയ്യണമെന്ന് പല ആളുകളെ പോയി കാണുന്നതും ഒരു സിനിമയിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കും. അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സമയത്ത് റെലിഗേഷൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നാളെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. എൻ്റെ മുഖങ്ങൾ കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാം. ഞാൻ ഒരുപാട് പേർക്ക് കഥ പറയാനൊക്കെ പോയിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട്. ഈ ഒരു കഥ മാത്രമാണ് മോഷണം പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നിലവിൽ ഇത് തന്നെയാണ് ആക്ച്വലി ഈ പടത്തിൻ്റെയാണ്. എനിക്ക് ഒരുപാട് പേരെടുത്ത് കഥ പറയാൻ പോയി എന്നൊക്കെ പറഞ്ഞു, അവർ ചോദിച്ചതാണ്. ഒരുപാട് പേർക്ക് കഥ പറയാൻ വേണ്ടി, പക്ഷേ ഞാൻ പറഞ്ഞ കഥകൾ ഇതുവരെ ഒന്നും വേറെ ഒന്നായിട്ട് വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് ഫിലിം കണ്ടൻറ്റ് പിന്നീട് ഒരു സിനിമയായിട്ട് വന്നപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് എൻ്റെ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ അറിയുന്ന എൻ്റെ സർക്കിൾ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പോയി. 2022 ഡിസംബറിലാണ് മാളികപ്പുറം ഇറങ്ങിയത്. 22 ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഉണ്ണിമൂന്തൻ്റെ പല പ്രശ്നങ്ങളും അറിയാം. ഉണ്ണിമൂന്തൻ തന്നെ പ്രസ് മീറ്റിൽ പറഞ്ഞു ഉണ്ണിമൂന്തൻ പല രീതിയിലുള്ള അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചത്, അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ണിമൂന്തനെതിരെ പറയുമ്പോൾ അത് ഈ ഒരു സമയത്ത് പറയുന്നതിൽ എന്തുകൊണ്ട് ഈ ഒരു അജണ്ട ഉണ്ട് എന്ന് ആളുകൾക്ക് തോന്നിയാൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മളിപ്പോൾ മീഡിയയുടെ മുമ്പിൽ അന്നും പോവാത്തതിൻ്റെ ഇന്നും നമുക്ക് അങ്ങനത്തെ ഒരു ഫേസ് നേരായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവരെയും പോലെ ഒരു സിനിമ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റിലൂടെ ആളുകൾ തന്നെ അറിയണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചത്. ഇപ്പോൾ പുള്ളിക്ക് ഒരു അജണ്ടയായിട്ടൊന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പറയുക പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വൈസ് നമുക്കൊരു സങ്കടമുണ്ട്. ഒരുപാട് എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് കഥ പറയാൻ പോയിട്ട് ചീറ്റ് ചെയ്ത് പെടുന്നത് എനിക്കറിയാം. നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുകൾ പറയാൻ പറ്റും എനിക്കറിയാവുന്ന. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് മറ്റൊരാൾക്ക് പ്രശ്നമാവരുത്. എനിക്കിനി നാളെ സിനിമ അല്ല, ഒരുപാട് പേരുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരുകളാണോ വേറെ നടന്മാരുടെ പേരുകളാണോ ഉദ്ദേശിച്ചത്? അത് ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് മറ്റൊരാൾക്ക് ഞാൻ എൻ്റെ കാര്യം അല്ല, വേറെ നടന്മാരെ ഞാൻ പേര് പറയില്ല. റൈറ്ററൊക്കെ എനിക്കറിയാവുന്ന റൈറ്റേഴ്സിൻ്റെയൊക്കെ ഇഷ്യൂസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പല ആൾക്കാരും പറഞ്ഞിട്ടും അത് സത്യാവസ്ഥ എനിക്കറിയാം. പക്ഷേ ഞാൻ അവരെയൊന്നും പേര് റിവീൽ ചെയ്യാൻ ആക്കില്ല. കാരണം അവർക്കൊരു പ്രശ്നം വരരുത്. കാരണം ഞാൻ എൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു അജണ്ട ഉണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് പറയണം തോന്നി പേടിക്കാണ്ട് എൻ്റെ ബാക്കിലോ മുമ്പിലൊന്നും ആരും ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ.